ഹായ് ഡിയർ സ്റ്റുഡൻസ്, രണ്ടാം ക്ലാസ്സിലെ പുതിയ ബുക്കിലെ ഒരു യൂണിറ്റാണ്. കാറ്റർപില്ലർ എന്ന് പറയുന്ന യൂണിറ്റിൽ ലില്ലി ആൻഡ് ദ ബെയർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിലൊരു കുഞ്ഞ് സ്റ്റോറിയാണ് ലില്ലി ആൻഡ് ദ ബെയർ. അപ്പോൾ എന്താണ് ലില്ലി ആൻഡ് ദ ബെയർ എന്ന് പറഞ്ഞാൽ? ലില്ലിയും കരടിയും. എങ്ങനെയാണ് ബെയർ പ്രൊനൗൺസ് ചെയ്യുക? എങ്ങനെയാണ് ബെയർ ഉച്ചരിക്കുക? ബെയർ എന്നാണ്, ബെയർ. അപ്പോൾ ലില്ലി ആൻഡ് ദ ബെയർ. ഇതാ നോക്കൂ, ലുക്ക് അറ്റ് ദ പിക്ചർ. ഈ പിക്ചറിലേക്ക് നോക്കൂ. എന്താണ് കാണുന്നത്? നമുക്ക് കാണാവുന്നതാണ് ലില്ലി എന്ന് പറയുന്നൊരു കുട്ടിയുണ്ട്. ഒരുപാട് ടോയ്സൊക്കെ അവിടെ കാണുന്നുണ്ട് അല്ലേ? പല ടോയ്സും കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. ലില്ലി ഹാഡ് എ ടോയ്. It was a beautiful teddy bear. Its name was Bella. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരുപാട് ടോയ്സ് ലില്ലിക്കുണ്ട്. ഇപ്പോൾ ഒരു സ്പെഷ്യൽ ടോയിനെ പറ്റിയാണ് പറയുന്നത്, ഒരു കളിപ്പാട്ടത്തെ പറ്റിയാണ് ഇപ്പോൾ പറയുന്നത്. ലില്ലി ഹാഡ് എ ടോയ്. ലില്ലിക്കൊരു ടോയ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ടെഡി ബെയർ. അതൊരു മനോഹരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെഡി ബെയർ ആയിരുന്നു. ടെഡി ബെയർ എന്ന് പറഞ്ഞാൽ ഒരു കളിപ്പാട്ടത്തിൻ്റെ, എന്തിൻ്റെ കളിപ്പാട്ടമാണ് ടെഡി ബെയർ എന്ന് പറയുന്നത്? ഒരു കരടിക്കുട്ടി അല്ലെങ്കിൽ ഒരു കരടിയുടെ ഒരു കളിപ്പാട്ടമാണ്, ഒരു ബെയർ ടോയ് ആണ്. അതിന് നമ്മൾ ടെഡി ബെയർ എന്ന് പറയും. അതെല്ലാവർക്കും അറിയാമല്ലോ. ഇറ്റ്സ് നെയിം വാസ് ബെല്ല. അപ്പോൾ നമ്മുടെ ലില്ലി അതിനൊരു പേരൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തായിരുന്നു പേര്? ഇറ്റ്സ് നെയിം വാസ് ബെല്ല. ബെല്ല എന്നായിരുന്നു അതിൻ്റെ പേര്. അപ്പോൾ ഈ ബെല്ലയെ കണ്ടില്ലേ? ബെല്ല നല്ല കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട് അല്ലേ? ക്യാപ്പൊക്കെ വെച്ച് ടൈ ഒക്കെ കെട്ടി. നോക്കാം നമുക്ക്. ബെല്ല ഹാഡ് ഷൈനിങ് ബ്ലൂ ഐസ്. ബെല്ലയ്ക്ക് എന്തായിരുന്നു പ്രത്യേകത? നല്ല ഷൈനിങ് എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന ബ്ലൂ ഐസ്. ഏത് കളറുള്ള ഐസായിരുന്നു? ബ്ലൂ കളേർഡ് ആയിട്ടുള്ള ഐസായിരുന്നു. നല്ല നീല കണ്ണുകളൊക്കെ ഉണ്ടായിരുന്നു. ഇറ്റ് ഹാഡ് എ റെഡ് ക്യാപ്പ് ആൻഡ് എ ബ്രൗൺ ടൈ. എന്തൊക്കെയാണ് അത് ധരിച്ചിട്ടുണ്ടായിരുന്നത്? റെഡ് ക്യാപ്പ്, ചുവന്ന തൊപ്പിയും അതുപോലെ ബ്രൗൺ കളറുള്ള ടൈയും ആയിരുന്നു ഉണ്ടായിരുന്നത്. ബെല്ല കുഡ് മേക്ക് എ വൂപ്പ് വൂപ്പ് സൗണ്ട്. ഇപ്പോൾ ചില പാവകൾ നമുക്ക് കണ്ടിട്ടുണ്ടല്ലോ, പല ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന പാവകളൊക്കെ അറിയാം. നമുക്ക് ഈ ബെല്ല എന്ന് പറയുന്ന നമ്മുടെ ടെഡി ബെയർ ഏത് സൗണ്ടാണ് ഉണ്ടാക്കുക? വൂപ്പ് വൂപ്പ് എന്നുള്ള ശബ്ദമാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പിക്ചറിൽ അന്നേരം നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന ലില്ലിയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ നോക്കൂ, നമ്മുടെ ലില്ലി മാത്രം സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. ബെല്ലയൊന്നും കാണുന്നില്ല അല്ലേ? നമുക്ക് ബെല്ലയെ കാണാൻ കഴിയുന്നില്ല. എന്താ പ്രോബ്ലം നോക്കാം. വൺ ഡേ ലില്ലി ഫൗണ്ട് ബെല്ല മിസ്സിങ്. ഷീ ഫെൽറ്റ് സാഡ്. ഷീ സെർച്ച്ഡ് ഇറ്റ് എവ്രിവർ. അപ്പോൾ ഒരു ദിവസം ലില്ലിക്ക് ആരെ കാണുന്നില്ല? ബെല്ലയെ കാണുന്നില്ല. ബെല്ല മിസ്സായിട്ടുണ്ട്. അപ്പോൾ അവൾ ഹാപ്പി ആയിരിക്കുമോ നമ്മുടെ ലില്ലി? ഇല്ല, ഒരിക്കലില്ല. ഷീ നെവർ ഫീൽസ് ഹാപ്പി. ഷീ ഫെൽറ്റ് സാഡ്. അവൾ വളരെയധികം സങ്കടത്തിലാണ്. ഷീ ഫെൽറ്റ് സാഡ്. ഷീ സെർച്ച്ഡ് ഇറ്റ് എവ്രിവർ. അതിനെ എല്ലായിടത്തും അവൾ തിരഞ്ഞു. സെർച്ച്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? തിരയുക, തിരഞ്ഞു അല്ലേ? സെർച്ചിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. സെർച്ച് എന്ന് പറഞ്ഞാൽ തിരയുക, സെർച്ച്ഡ് എന്ന് പറഞ്ഞാൽ തിരഞ്ഞു. എവ്രിവർ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും. ഓക്കെ, നെക്സ്റ്റ് പേജിൽ എന്താണെന്ന് നോക്കാം. ലില്ലി ഫൗണ്ട് ബെല്ലാസ് റെഡ് ക്യാപ്പ് നിയർ ദ ഗേറ്റ്. ഷീ സോ ദ ഫുട് പ്രിൻറ്റ്സ് ഓഫ് എ ബിഗ് ബെയർ ദർ. അപ്പോൾ ഗേറ്റിനടുത്തായിട്ട് നമ്മുടെ ബെല്ലയ്ക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു റെഡ് ക്യാപ്പും ബ്രൗൺ ടൈയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ബെല്ല ഹാഡ് റെഡ് ക്യാപ്പ് ആൻഡ് ബ്രൗൺ ടൈ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റെഡ് ക്യാപ്പ് ഉണ്ട് ഗേറ്റിനടുത്തായിട്ട് കിടക്കുന്നു. ലില്ലി ഫൗണ്ട് ബെല്ലാസ് റെഡ് ക്യാപ്പ് നിയർ ദ ഗേറ്റ്. അപ്പം ഇവളിങ്ങനെ തിരഞ്ഞു നടക്കുമ്പോൾ ഷീ സെർച്ച്ഡ് ഇറ്റ് എവ്രിവർ എന്ന് പറഞ്ഞാൽ അങ്ങനെ തിരഞ്ഞു നടക്കുന്ന സമയത്ത് ഗേറ്റിനടുത്തായിട്ട് ബെല്ലയുടെ റെഡ് ക്യാപ്പ് ലില്ലി കണ്ടെത്തുകയുണ്ടായി. ഫൗണ്ട് എന്ന് പറഞ്ഞാൽ കണ്ടെത്തി. ഫൈൻഡ് കണ്ടെത്തുക, ഫൗണ്ട് കണ്ടെത്തി. ഓക്കെ, ഷീ സോ ദ ഫുട് പ്രിൻറ്റ്സ് ഓഫ് എ ബിഗ് ബെയർ ദർ. അപ്പോൾ എന്താണ്? അവളൊരു ഫുട് പ്രിൻറ്റ്സ് അവിടെ കാണുന്നില്ലേ? എന്തോ ഒരു കാൽപ്പാടുകൾ ഇങ്ങനെ കാണുന്നില്ലേ? വലിയൊരു കാൽപ്പാട്. ആ വലിയൊരു കാൽപ്പാട് എന്താണ്? ആരുടേതാണ്? എ ബിഗ് ബെയർ ദർ. അവിടെ ഒരു വലിയ കരടി വന്ന് പോയിട്ടുണ്ട് എന്നുള്ള തെളിവ് അവൾക്ക് കണ്ടെത്തുകയാണ്. ഷീ സോ, അവളൊരു എന്ത് കണ്ടു? ഷീ സോ ദ ഫുട് പ്രിൻറ്റ്സ് ഓഫ് എ ബിഗ് ബെയർ ദർ. അവിടെ ഒരു വലിയ കരടിയുടെ ഫുട് പ്രിൻറ്റ്സ് കണ്ടു.
ഇനി അടുത്ത എന്താണ് നമ്മൾ പിക്ചറിൽ കാണുമ്പോൾ അവൾ എങ്ങോട്ടോ പോകാനുള്ളൊരു പ്രിപ്പറേഷനിലാണ്, ഒരു തയ്യാറെടുപ്പിലാണ്. നോക്കാം. ഐ മസ്റ്റ് ഫൈൻഡ് ബെല്ല. ഞാൻ എന്തായാലും ബെല്ലയെ കണ്ടുപിടിക്കും, കണ്ടെത്തും, അല്ലേ? മസ്റ്റ് എന്ന് പറയുന്നത്, മസ്റ്റ് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുക? യു മസ്റ്റ് ഡു ദാറ്റ്. നീ അതെന്തായാലും ചെയ്യണം. നമ്മൾ നിർബന്ധമാണ്. യു മസ്റ്റ് സ്റ്റഡി. ദ സ്റ്റുഡൻസ് മസ്റ്റ് സ്റ്റഡി. കുട്ടികൾ എന്തായാലും പഠിക്കണം. അതുപോലെ നിർബന്ധം കാണിക്കാൻ നമ്മൾ മസ്റ്റ് പറയാം. അപ്പോൾ ഇവിടെ നോക്കൂ, ഐ മസ്റ്റ് ഫൈൻഡ് ബെല്ല, മൈ ബെല്ല. ഞാൻ എൻ്റെ ബെല്ലയെ എന്തായാലും കണ്ടുപിടിക്കും. ഒരു ഷുവർട്ടിയാണ്, നമ്മളൊരു അഷ്വറൻസ് ആണ് കാണിക്കുന്നത്, ഒരു ഉറപ്പിനെയാണ് നമ്മൾ മസ്റ്റ് ഉപയോഗിക്കുക. ലില്ലി ടുക്ക് സം ബൺസ് ആൻഡ് എ ബോട്ടിൽ ഓഫ് വാട്ടർ ഇൻ ഹർ ബാഗ്. അങ്ങനെ ഇവൾ എന്താണ് പ്രിപ്പറേഷൻ നടത്തിയെന്ന് നോക്കാം. ലില്ലി അവളുടെ ബാഗിൽ ടുക്ക് സം ബൺസ്, കുറച്ച് ബണ്ണ് എടുത്തു, അതുപോലെ ആൻഡ് എ ബോട്ടിൽ ഓഫ് വാട്ടർ, ഒരു കുപ്പി വെള്ളം എടുത്തു. ഷീ സ്റ്റാർട്ടഡ് വാക്കിംഗ് ഫോളോയിങ് ദ ഫുട് പ്രിൻറ്റ്സ്. ഷീ സ്റ്റാർട്ടഡ് വാക്കിംഗ് എന്ന് പറഞ്ഞാൽ അവൾ നടത്തം ആരംഭിച്ചു, നടത്തം തുടങ്ങി. ഫോളോയിങ് ദ ഫുട് പ്രിൻറ്റ്സ്, ആ കാൽപ്പാടുകളെയും പിന്തുടർന്നുകൊണ്ട് അവൾ ഇങ്ങനെ നടത്താൻ ആരംഭിച്ചു. കാരണം നമുക്ക് ഓൾറെഡി ഒരു തെളിവുണ്ടല്ലോ അവിടെ. ഫുട് പ്രിൻറ്റ്സ് ഓഫ് ദ ബിഗ് ബെയർ എന്ന് നമ്മൾ പറഞ്ഞു, കാൽപ്പാടുകൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ആ കാൽപ്പാടുകളും ഫോളോ ചെയ്ത് പിന്തുടർന്നുകൊണ്ട് ഷീ സ്റ്റാർട്ടഡ് വാക്കിംഗ്, അവൾ നടത്തം തുടങ്ങി. പിക്ചർ നോക്കൂ, എന്താ കാണുന്നത്? ആ ബിഗ് ബെയറിനെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ലില്ലി. അതുപോലെ തന്നെ അവളുടെ ആ ബിഗ് ബെയറിൻ്റെ കയ്യിൽ ഒരു ടെഡി ബെയർ ഉണ്ടെന്ന് കാണുന്നുണ്ട്. നോക്കാം. ലില്ലി റീച്ച്ഡ് എ ഫോറസ്റ്റ് നിയർ ബൈ. ലില്ലി അങ്ങനെ ഫുട് പ്രിൻറ്റ്സിനെ ഫോളോ ചെയ്തുകൊണ്ട് എവിടെ എത്തി? ആ ഒരു കാട്ടിലാണ്, അവിടെ അടുത്തുള്ള ഒരു കാട്ടിലേക്കാണ് ആ ഫുട് പ്രിൻറ്റ്സ് ഫോളോ ചെയ്ത് വന്നത്. അപ്പോൾ നോക്ക്, വായിക്കാം. ലില്ലി റീച്ച്ഡ് എ ഫോറസ്റ്റ് നിയർ ബൈ. She saw a big bear sitting under a tree. Bella was in its hands. That's my teddy bear. That's my teddy. Give it back, Lily said. No, the bear growled. അങ്ങനെ ലില്ലി അവിടെ അടുത്തുള്ള ഒരു ഫോറസ്റ്റിൽ എത്തിച്ചേർന്നു. ഷീ സോ എ ബിഗ് ബെയർ. അവിടെ അവൾ എന്താ കണ്ടത്? ഒരു വലിയ കരടിയുണ്ട്, ഒരു അണ്ടർ എ ട്രീൻ്റെ അടിയിൽ സിറ്റ് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞാൽ എന്താ? അണ്ടർ എ ട്രീ എന്ന് പറഞ്ഞാൽ ഒരു ട്രീൻ്റെ അടിയിൽ, ഒരു മരത്തിന് താഴെ. ഓക്കെ, അവിടെ ഇരിക്കുകയാണ്. ഷീ സോ എ ബിഗ് ബെയർ സിറ്റിംഗ് അണ്ടർ എ ട്രീ. അണ്ടർ ദ ടേബിൾ എന്ന് പറഞ്ഞാൽ ഒരു ടേബിളിനടിയിൽ, അണ്ടർ ദ ചെയർ എന്ന് പറഞ്ഞാൽ കസേരക്കടിയിൽ. നമ്മൾ പറയും ക്യാറ്റ് ഈസ് സിറ്റിംഗ് അണ്ടർ എ ചെയർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു ട്രീൻ്റെ താഴെ ഇരിക്കുകയാണ് നമ്മുടെ ബിഗ് ബെയർ. ബെല്ല വാസ് ഇൻ ഇറ്റ്സ് ഹാൻഡ്സ്. ബെല്ല അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. ദാറ്റ്സ് മൈ ടെഡി. അതെൻ്റെ ടെഡിയാണ്. ഗിവ് ഇറ്റ് ബാക്ക്. നീ അതിനെ തിരിച്ചു താ എന്ന് ആര് പറയണേ? ലില്ലി പറഞ്ഞു. നോ, ദ ബെയർ ഗ്രൗൾഡ്. അപ്പം ബെയർ എന്താണ്? ഗ്രൗൾ ചെയ്തു. ഗ്രൗൾ ചെയ്താണ് എന്താണ്? മുരളുക, അലറുക എന്നൊക്കെ പറയും. ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബെയർ അലറുകയാണ്. ഐ വോണ്ട് മൈ ബെല്ല ബാക്ക്, ലില്ലി ഷൗട്ടഡ്. ലില്ലി ഒച്ച ഇട്ടുകൊണ്ട് പറഞ്ഞു. ഷൗട്ടഡ് ജസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ സേർട്ട് എന്ന് പറയുള്ളൂ, പക്ഷേ ഷൗട്ടഡ് നല്ല ഒച്ചത്തിലാണ് പറഞ്ഞത്. ഐ വാണ്ട് മൈ ബെല്ല ബാക്ക്. എൻ്റെ ബെല്ല എനിക്ക് തിരിച്ചു വേണം. ടേക്ക് ഇറ്റ് ഫ്രം മീ ഇഫ് യു ക്യാൻ. അപ്പോൾ സെഡ് ദ ബെയർ. ബെയർ പറഞ്ഞ എന്താണ്? നിനക്ക് കഴിയുമെങ്കിൽ നീ എൻ്റെ അടുത്ത് അത് എടുക്ക്. ടേക്ക് ഇറ്റ് ഫ്രം മീ ഇഫ് യു ക്യാൻ. നിനക്കത് കഴിയുമെങ്കിൽ നീ എൻ്റെ അടുത്ത് നിന്ന് അത് എടുക്ക് എന്ന് ബെയറും പറഞ്ഞു. ഐ വിൽ, ലില്ലി സെഡ് ബോൾഡ്ലി. അപ്പോൾ ലില്ലി എന്താണ്? പേടിച്ചോ? ഇല്ല, വളരെ ശക്തമായിട്ട് ധൈര്യത്തോടെ ബോൾഡായിട്ട് അവൾ പറഞ്ഞു, ഐ വിൽ, യെസ്, ഞാൻ എടുക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ആർ യു സോ സ്ട്രോങ്? ദെൻ പ്രൂവ് ഇറ്റ്. നീ വളരെ ശക്തയാണോ? എന്നാൽ അത് തെളിയിക്ക് എന്നാരാണ് പറഞ്ഞിട്ടുണ്ടാവുക? ഹു മേ സെഡ്? ദാറ്റ് ഇസ് ദ ബെയർ. ബെയർ പറഞ്ഞു. ഷുവർ സെഡ് ലില്ലി. തീർച്ചയായും എന്ന് ലില്ലി പറഞ്ഞു. ലില്ലി പേടിച്ചൊന്നുമില്ല, വളരെ താല്പര്യത്തോടെ തന്നെ, വളരെ ഇൻട്രസ്റ്റോടെ തന്നെ അവൾ പറഞ്ഞു, ബോൾഡായിട്ട് തന്നെ പറഞ്ഞു. ദ ബെയർ ടുക്ക് എ സ്റ്റോൺ. അപ്പോൾ ശക്തി തെളിയിക്കാൻ പോവാണ്. എന്താണ് ബെയർ ചെയ്തത്? ബെയർ ടുക്ക് എ സ്റ്റോൺ, ഹി ക്രഷ്ഡ് ഇറ്റ് ഇൻ ടു പീസസ്. ലുക്ക് ഹൗ സ്ട്രോങ് ഐ ആം. ക്യാൻ യു ഡു ദിസ്? ചലഞ്ച്ഡ് ദ ബെയർ. ഓഫ് കോഴ്സ് സെഡ് ലില്ലി. അപ്പോൾ ബെയർ ഒരു കരടി എന്ത് ചെയ്തു? ഒരു കല്ലെടുത്തു, എന്നിട്ട് അതിനെ കഷ്ണാക്കി ഞെരുക്കി, അല്ലെങ്കിൽ അത് പീസാക്കി പൊടിച്ചു, അല്ലേ? ലുക്ക് ഹൗ സ്ട്രോങ് ഐ ആം. ക്യാൻ യു ഡു ദിസ്? നോക്ക്, ഞാൻ എത്രത്തോളം ശക്തനാണ്, നിനക്കിത് ചെയ്യാൻ പറ്റുമോ? ചലഞ്ച്ഡ് ദ ബെയർ. അങ്ങനെ ബെയർ വെല്ലുവിളിക്കുകയാണ് നമ്മുടെ ലില്ലിയെ. ലില്ലി തോറ്റു കൊടുക്കുമോ? ഇല്ല. ഓഫ് കോഴ്സ് സെഡ് ലില്ലി. ലില്ലി പറഞ്ഞു എന്ത്? തീർച്ചയായും, ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ള രീതിയിൽ ലില്ലി പറയാണ്.
ഹാഡ് ആൻ ഐഡിയ. അപ്പോൾ നമുക്കറിയാം ഒരിക്കലും ബെയറുമായിട്ട് പിടിച്ചു നിൽക്കാൻ ഒരു സാധാരണ പെൺകുട്ടിക്ക് പറ്റുമോ? ഇല്ല. കാരണം നല്ല ശക്തനല്ലേ ബെയർ. അപ്പോൾ നമ്മുടെ ലില്ലി എന്താ പറയുന്നത്? ലില്ലിക്കൊരു ഉള്ളിലൊരു ഐഡിയ തോന്നി. ലില്ലി ഹാഡ് ആൻ ഐഡിയ. ഷീ ടുക്ക് എ ബൺ ആൻഡ് വെറ്റ് ഇറ്റ് സീക്രറ്റ്ലി. ദെൻ ഷീ പ്രസ്ഡ് ദ ബൺ വിത്ത് ഹർ ഹാൻഡ്സ്. വാട്ടർ ഡ്രിപ്പ് ഡൗൺ ഫ്രം ഇറ്റ്. അപ്പോൾ ലില്ലിക്ക് ഉണ്ടായിരുന്ന ഐഡിയ എന്താണ്? ആശയം എന്താണ്? അവളൊരു ബണ്ണെടുത്തു, എന്നിട്ടത് വെറ്റ് ഇറ്റ് സീക്രറ്റ്ലി. വളരെ നമ്മുടെ സീക്രട്ടായിട്ടെന്ന് പറയാൻ കാരണം എന്താ? ബെയർ കാണാൻ പാടില്ലല്ലോ. വളരെ രഹസ്യമായിട്ടത് നനച്ചു. ദെൻ ഷീ പ്രസ്ഡ് ദ ബൺ വിത്ത് ഹർ ഹാൻഡ്സ്. എന്നിട്ട് അവൾ എന്ത് ചെയ്തു? അവളുടെ കൈകൾ കൊണ്ട് ആ ബണ്ണിനെ ഇങ്ങനെ പ്രസ് ചെയ്തു. പ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അമർത്തുക, ഞെരുക്കുക എന്നൊക്കെ പറയും. വാട്ടർ ഡ്രിപ്പ് ഡൗൺ ഫ്രം ഇറ്റ്. അതിൽ നിന്ന് ഇങ്ങനെ അമർത്തിയപ്പം വെള്ളം ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് പോന്നു. ഓക്കെ. ലുക്ക്, ഐ ക്യാൻ സ്ക്യൂസ് വാട്ടർ ഔട്ട് ഓഫ് സ്റ്റോൺ, സെഡ് ലില്ലി. ഓ, ഷീ ഈസ് സ്ട്രോങ്ങർ ദാൻ മീ, ദ ബെയർ വണ്ടേർഡ്. ലുക്ക്, ഐ ക്യാൻ സ്ക്യൂസ് വാട്ടർ ഔട്ട് ഓഫ് സ്റ്റോൺ. നോക്ക്, എനിക്ക് നമ്മുടെ സ്റ്റോണിൽ നിന്ന്, കല്ലിൽ നിന്ന് വെള്ളത്തെ പിഴിഞ്ഞൊഴിക്കാൻ കഴിയും എന്ന് ലില്ലി പറയാണ്. അപ്പോൾ ബെയറിന് ഇതിനെപ്പറ്റി ഐഡിയ അറിയോ? ഇല്ല. ഓ, ഷീ ഈസ് സ്ട്രോങ്ങർ ദാൻ മീ. ഓ, അവൾ എന്നെക്കാളും ശക്തനാണല്ലോ, അല്ലെങ്കിൽ ശക്തയാണല്ലോ എന്ന് ബെയർ അത്ഭുതപ്പെടുകയാണ് ചെയ്യുന്നത്. ഷീ ഈസ് സ്ട്രോങ്ങർ ദാൻ മീ എന്ന് പറഞ്ഞാൽ അവൾ എന്നേക്കാളും സ്ട്രോങ്ങർ. നമ്മൾ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ശക്തൻ, സ്ട്രോങ്ങർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ശക്തൻ. അതിനാണ് നമ്മൾ സ്ട്രോങ്ങർ എന്ന് പറയാം. സ്ട്രോങ്, സ്ട്രോങ്ങർ, സ്ട്രോങ്ങസ്റ്റ്, അങ്ങനെ 3 ഫോമാണുള്ളത്. അപ്പോൾ അതിൽ സ്ട്രോങ്ങറാണ്, അവൾ എന്നെക്കാളും ശക്തയാണല്ലോ എന്നുള്ള രീതിയിൽ ബെയർ അത്ഭുതപ്പെടുകയാണ് ചെയ്യുന്നത്. The bear played another trick. He pointed to a large honeycomb on a rock. Look there, bring that honeycomb to me. If you win, you will get the teddy back. The bear played another trick. അങ്ങനെ രണ്ടാമത്തെ ട്രിക്ക് നമ്മുടെ ബെയർ കരടി അവതരിപ്പിക്കുകയാണ്. എന്താ നോക്കാം. He pointed to a large honeycomb on a rock. അവന് ലില്ലിക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ഒരു വലിയ റോക്കിൻ്റെ മുകളിൽ. റോക്ക് എന്ന് പറഞ്ഞാൽ വലിയ പാറക്കെട്ട് അല്ലേ? പാറയുടെ മുകളിലൊരു വലിയ ലാർജായിട്ടുള്ള ഹണികോം ഉണ്ട്. ഹണികോം എന്ന് പറയുന്നത് തേനീച്ചക്കൂട് അല്ലേ? ഹണികോം, ബി സൈലൻ്റ് ആണ്, ഹണികോം എന്നാണ് വായിക്കുക കേട്ടോ. എ ലാർജ് ഹണികോം ഓൺ എ റോക്ക്. ലുക്ക് ദർ, അവിടെ നോക്ക്. ബ്രിങ് ദാറ്റ് ഹണികോം ടു മീ. നീ എനിക്ക് ആ ഹണികോം എടുത്തു കൊണ്ടുപോവാ, അല്ലെങ്കിൽ ആ തേനീച്ചക്കൂട് എടുത്തു കൊണ്ടുപോവാ. ഇഫ് യു വിൻ, യു വിൽ ഗെറ്റ് ദ ടെഡി ബാക്ക്. നീ ജയിക്കുകയാണെങ്കിൽ നിനക്ക് നിൻ്റെ ടെഡിയെ തിരിച്ചു കിട്ടും, എന്നെ തിരിച്ചു തരാം എന്നുള്ള രീതിയിൽ. ഇഫ് യു വിൻ, നീ ജയിക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദ ടെഡി ബാക്ക്, നിനക്ക് ടെഡിയെ തിരിച്ചു തരാം. ദാറ്റ് ഈസ് സോ സിമ്പിൾ, സെഡ് ലില്ലി. ഷീ ടുക്ക് എ സ്ലിംഗ് ഷോട്ട് ഫ്രം ഹർ ബാക്ക്. ഷീ ഷോട്ട് എ സ്റ്റോൺ ടുവേർഡ്സ് ദ ഹണികോം. ഓ, അത് വളരെ എളുപ്പമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ലില്ലി എന്ത് ചെയ്തു? ഷീ ടുക്ക് എ സ്ലിംഗ് ഷോട്ട് ഫ്രം ഹർ ബാക്ക്. അവളുടെ ബാഗിൽ നിന്ന് ഒരു സ്ലിംഗ് ഷോട്ട് എടുത്തു. നമ്മൾ പറയില്ലേ കവണ എന്നൊക്കെ പറയും, കുട്ടികൾ കളിക്കുന്ന ഒരു സാധനമാണല്ലോ. ഇങ്ങനെ കല്ലൊക്കെ വെച്ചിട്ട് ആ ഒരു അവൾ ആ ഫോട്ടോ ചിത്രത്തിൽ നോക്കൂ, പിക്ചറിൽ നോക്കൂ, നമ്മൾ കാണാവുന്നതാണ്. ഇങ്ങനെ വലിക്കുമ്പോൾ നമ്മളൊരു കല്ല് വെച്ച് മൊത്തം അങ്ങനെയായിട്ട് ഷൂട്ട് ചെയ്യണ പോലെ എറിയും. ഷീ ടുക്ക് എ സ്ലിംഗ് ഷോട്ട് ഫ്രം ഹർ ബാഗ്. ഷീ ഷോട്ട് എ സ്റ്റോൺ ടുവേർഡ്സ് ദ ഹണികോം. അവൾ എന്ത് ചെയ്തു? ആ ഒരു കല്ല്, ആ സ്ലിംഗ് ഷോട്ട് വെച്ച്, ആ കവണ വെച്ചിട്ട് എന്താ പറയുക, ഹണികോമിന് നേരേക്ക് എറിയാണ് ചെയ്തത്. ദ ഹണികോം ഫെൽ ഡൗൺ. സ്വീറ്റ് ഹണി സ്പ്ലാഷ്ഡ് ഓൾ അറൗണ്ട്. ഹൊറേ ഹണി. ദ ബെയർ ത്രൂ ദ ടെഡി എവേ ആൻഡ് റഷ് ടുവേർഡ്സ് ദ ഹണികോം. അപ്പോൾ ഇവന് വളരെയധികം സന്തോഷമായി. എന്താ ഉണ്ടായത്? ദ ഹണികോം ഫെൽ ഡൗൺ. ആ തേനീച്ചക്കൂട് മൊത്തം താഴെ വീണു. ഫെൽ ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വീണു, താഴെ വീണു. സ്വീറ്റ് ഹണി സ്പ്ലാഷ്ഡ് ഓൾ അറൗണ്ട്. നമുക്ക് എല്ലാവർക്കും ഹണി എന്താണ്? സ്വീറ്റാണ്. അത് എല്ലായിടത്തേക്കും സ്പ്ലാഷ് ചെയ്തു, അങ്ങനെ ചിതറിത്തെറിച്ച് വീണു. വളരെ ഹാപ്പിയായി, ഹാപ്പിനെസ്സിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ശബ്ദം ഉണ്ടാക്കുന്നത്. ഹുറേ ഹണി. വളരെ സന്തോഷത്തോടെ ബെയർ പറയാണ്. ദ ബെയർ ത്രൂ ദ ടെഡി എവേ ആൻഡ് റഷ് ടുവേർഡ്സ് ദ ഹണി. ബെയറിന് ഇപ്പോൾ എന്ത് വേണ്ട? ഹണി കണ്ട. നമുക്കറിയാം ബെയറിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡാണ് ഹണി എന്ന് പറയുന്നത്. കരടി ഹണി കണ്ടാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവരുടെ ഫേവറേറ്റ് ഫുഡാണ്. അപ്പോൾ ദ ബെയർ ത്രൂ ദ ടെഡി എവേ ആൻഡ് റഷ് ടുവേർഡ്സ് ദ ഹണികോം. അപ്പോൾ നമ്മുടെ ബെയർ ആ ടെഡിയൊക്കെ വലിച്ചെറിഞ്ഞ്, ത്രൂ എവേ അതാണ് ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് റഷ് ടുവേർഡ്സ് ദ ഹണികോം, തേനീച്ചക്കൂടിനടുത്തേക്ക്
കുതിക്കുകയാണ്. റഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുതിച്ചു പോയി എന്നാണ്. വളരെ സന്തോഷം കൊണ്ട് ചാടി ഓടുന്നതിനാണ് നമ്മൾ കുതിച്ചു പോകുക എന്ന് പറയും. യു ആർ സ്ട്രോങ്ങർ ദാൻ മീ, ടേക്ക് യുവർ ടെഡി ആൻഡ് താങ്ക് യു ഫോർ ദ ഹണി സെഡ് ദ ബെയർ. ലിലി ടുക്ക് ബെല്ല ആൻഡ് വെൻറ്റ് ഹോം ഹാപ്പിലി. അപ്പം നീ എന്നെക്കാളും ശക്തിയാണ്, നിനക്ക് നിൻ്റെ ടെഡി എടുക്കാം. ടേക്ക് യുവർ ടെഡി, നിനക്ക് നിൻ്റെ ടെഡി എടുത്തോ, കളിപ്പാട്ടം എടുത്തോ എന്നുള്ള രീതിയിൽ സമ്മതിക്കുകയാണ്. ആൻഡ് താങ്ക് യു ഫോർ ദ ഹണി സെഡ് ദ ബെയർ. അപ്പോൾ എന്തായാലും ഹണി തന്നതിന്, ആ തേന് എടുത്തു കൊടുത്തതിന് ഈ നമ്മുടെ കരടി നന്ദി പറയാനൊന്നും മറക്കുന്നില്ല. ലില്ലി ടുക്ക് ബെല്ല ആൻഡ് വെൻറ്റ് ഹോം ഹാപ്പിലി. അപ്പോൾ ലില്ലി തൻ്റെ ബെല്ലയും എടുത്ത് വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. ഇതാണ് ഈ സ്റ്റോറി, നമ്മുടെ ലില്ലി ആൻഡ് ദ ബെയർ എന്ന് പറയുന്ന സ്റ്റോറി. അപ്പോൾ എല്ലാവർക്കും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടല്ലോ.